ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. സാധാരണ നമ്മൾ പച്ചരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉഴുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റെഡിയാക്കുന്ന അപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റും ഉണ്ട്. മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു കിഡിൽ റാഗി അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് കുത്തുകളൊക്കെ വന്ന് ശരിക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിഡിലിൻ അപ്പമാണ്. സാധാരണ നമ്മൾ അപ്പം കഴിക്കുന്ന ഏതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് കഴിക്കാവുന്നുള്ളൂ. മുട്ടക്കറിയുടെ കൂടെയോ ഇനി നമ്മുടെ സ്റ്റൂവിൻ്റെ കൂടെയോ തക്കാളി ചട്നിയുടെ കൂടെയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏത് കോംബോ വേണമെങ്കിലും സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ നല്ല പഞ്ഞു പഞ്ഞു പോലുള്ള അപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ അപ്പം റെഡിയാക്കാനായിട്ട് വേണ്ടത് റാഗിയാണ്. ഞാനിവിടെ റാഗിയായിട്ട് എടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ റാഗി പൗഡർ എടുത്താലാണെന്നുണ്ടെങ്കിലും മതിയാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന റാഗിയൊക്കെ നേരത്തെ തന്നെ നന്നായിട്ട് കഴുകി ശരിക്കും ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് നമ്മൾ കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗിയാണ്. ഇനിയിപ്പോൾ ഈ റാഗി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് റാഗി പൗഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ റാഗി പൗഡറായിട്ടും കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതാണെങ്കിലും മേടിച്ചാൽ മതിയാവും കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്കാണ് ആദ്യമേ എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നേരെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അടിച്ചെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയാലും മതിയാവും. ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ റാഗി പൗഡർ എത്രത്തോളം എടുത്തോ അത്രയും തന്നെ വെള്ളം വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 1 കപ്പ് തന്നെ വെള്ളം എടുത്ത് കുറച്ച് ഒഴിച്ച് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടതാ, ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ 1 കപ്പ് മുഴുവൻ ഒഴിക്കരുത് കേട്ടോ. നോക്കിയിട്ട് കുറച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ 10 മിനിറ്റ് വയ്ക്കുമ്പോൾ ശരിക്കും നമ്മുടെ റാഗി പൗഡറൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. കുറച്ചും കൂടി ഇതേപോലെ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് ഇപ്പോൾ നമുക്ക് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്. നമ്മൾ എത്രത്തോളമാണ് റാഗി പൗഡർ എടുത്താൽ അതിൻ്റെ പകുതി വേണം തേങ്ങ ചേർക്കാനായിട്ട്. ഇനി ഒരു 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചോറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ അവൽ പതുക്കെ ഒന്ന് നനച്ച് കുതിർത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടോ, നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമ്മൾ ചേർക്കാനുണ്ട് കേട്ടോ 1 കപ്പിൽ നിന്ന്. ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഈസ്റ്റാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് പുളിച്ച് ഇങ്ങ് പൊങ്ങി വരും. ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ തന്നെ ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നല്ല പോലെ തന്നെ ഒന്നിങ്ങ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ശരിക്കും പുളിക്കാനും നന്നായിട്ട് പൊങ്ങിയൊക്കെ വരാനായിട്ട് ഒരു വലിയൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1 കപ്പ് വെള്ളത്തിൽ നിന്ന് കുറച്ചല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരു 2-3 ടേബിൾ സ്പൂൺ കുറച്ചും കൂടെ ഉണ്ട്. അത് ആ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ബാക്കിയുള്ള നമ്മുടെ അരപ്പും കൂടി ഈ മിക്സിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ശരിക്കും ഒന്ന് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഈസ്റ്റിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയുടെയൊക്കെ വ്യത്യാസം അനുസരിച്ച് സമയത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം വന്നിരിക്കും. അങ്ങനെ ഞാൻ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ശരിക്കും അങ്ങ് പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് അങ്ങ് പുളിച്ച് ശരിക്കും അങ്ങ് പൊങ്ങിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ശരിക്കും ആ ഒരു പുളിച്ച് മണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം ചുട്ട് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് കിട്ടി കേട്ടോ. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇനി ബാക്കി എല്ലാ അപ്പവും നമുക്കിങ്ങ് ചുട്ടെടുക്കാൻ പോവുകയാണ്. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈസ്റ്റിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം അനുസരിച്ച് ആ പുളിക്കുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ വ്യത്യാസം വന്നിരിക്കും. അതൊന്നും കുഴപ്പമില്ല. നന്നായിട്ട് പുളിച്ച ആ ഒരു മണമൊക്കെ വന്ന് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. മാത്രമല്ല നല്ല ചൂടൊക്കെ ഉള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു 1-2 മണിക്കൂറിൻ്റെ ഉള്ളൊക്കെ ശരിക്കും അങ്ങ് പുളിച്ച് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ ചൂടായ ചട്ടിയിലേക്ക് മാവ് അങ്ങ് ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുത്തുകളൊക്കെ വീണ് നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഗ്യാസ് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം അടച്ച് വെച്ച് ഒന്ന് പതുക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വെന്ത് വന്നു കഴിയുമ്പോൾ ഇതിങ്ങെടുത്ത് കോരി മാറ്റി വയ്ക്കാം.
ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പവും പെട്ടെന്ന് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, നല്ല എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന റെസിപ്പി അല്ലേ. ടേസ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. ഞാനിവിടെ 1 കപ്പ് നമ്മുടെ റാഗി പൗഡർ എടുത്തതിൽ നിന്ന് ഏകദേശം ഒരു 10-12 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം നന്നായിട്ട് കുത്തുകളൊക്കെ വീണ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വലിപ്പത്തിലുള്ള അപ്പമാണ് നമുക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന നമ്മുടെ മുട്ടക്കറിയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൂവിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലതാണ്. കണ്ടല്ലോ, ഇതേപോലെ പഞ്ഞി പോലുള്ള അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.